ശ്രീ പി കെ ബഷീർ, അങ്ങ് 7 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സർ, ഇന്ന് റൂൾ 300 പ്രകാരം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി. സർ, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ കടക്ക് ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് പൈസ സമയത്തിന് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പല ആൾക്കാരും ഇടപെട്ടിട്ട് പിന്നെ അവസാനം ഒരു മധ്യസ്ഥം പറയും. അങ്ങനെ ഇവിടെ ഈ മന്ത്രിമാരെ, ഈ 19-20 മന്ത്രിമാരുടെ ഡിമാൻഡിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ഡിമാൻഡിൽ അവരെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവസാനം ഒരു മധ്യസ്ഥനായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വന്നിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കൊടുക്കും തറി. വേറെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ മന്ത്രിമാർ അതാത് വകുപ്പിൽ, ആ മന്ത്രിമാർക്ക് ഈ സഭയിൽ അതാത് വകുപ്പിലെ പെൻഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു അന്തസ്സുണ്ടായിന്. ഏതാണ് മുഖ്യമന്ത്രി 300 പ്രസ്താവന? നിങ്ങളെല്ലാത്തിനും കിട്ടണ്ട. ഞാൻ പറയട്ടെ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ പറഞ്ഞു നമ്മളെ അഹമ്മദ് ഖാൻ, ഇപ്പൊ നമ്മുടെ മെമ്പർ, അദ്ദേഹം പറഞ്ഞു ഇവിടെ ലീഗ് ഞങ്ങളെ കോഴിക്കോടും ഭാഷയാണ്. ഞാൻ തന്നെയാണ് പറഞ്ഞത്, കോഴിക്കോടും ഭാഷയാണെങ്കിൽ എല്ലായിടത്തും കരീംക എഴുതണം. എല്ലായിടത്തും കോഴിക്കോട്, ഒരിടത്ത് ഇളമരം, ഒരിടത്ത് കോഴിക്കോട് കരീം, ഒരിടത്ത് കോഴിക്കോട് കരീംക. അത് എഴുതരുത്, അതേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ പറയണ്ട. പിന്നെ സർ, ഞാൻ ചോദിക്കണം സർ, CP നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളെ പാർട്ടി BJP നിന്ന ഒരാൾ, ആ BJP ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ ജയിലിൽ നിന്ന് വന്നപ്പോൾ എന്തിനാ നമ്മൾ ആരോഗ്യമന്ത്രി പോയി കണ്ട് സ്വീകരിക്കണേ? നിങ്ങളെന്തിനാ എല്ലാ കേസും കോംപ്രമൈസ് ചെയ്യണത്? നിങ്ങളെ പാർട്ടിക്കാരെ വേണ്ട. നിങ്ങളൊരാളെ ഈ CPM പോലെ ഒരു പാർട്ടിക്ക് BJP ഒരു ക്രിമിനൽ വന്നിട്ട് ആ ക്രിമിനലിനെ സ്വീകരിച്ച് അതിന് ജയ് വിളിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് ഉണ്ടായില്ലൊരു സങ്കടമാണ് എനിക്കുള്ളത്. പിന്നെ സർ, ഈ നാട്ടിൽ എന്തൊക്കെ നിയമം? ഇപ്പൊ സർ, തിരുവമ്പാടിയിൽ ഇവിടെ ഞാൻ എല്ലാവരും പ്രസംഗിച്ചല്ലോ, തിരുവമ്പാടിയിൽ KSEBിന്റെ ഓഫീസ് ഒരാൾ ആക്രമിച്ചു, അതിന് ബഗം ചെയ്തു, അതിന് വാപ്പാന്റെ പേരിന്റെ കണക്ഷൻ അടിപൊളി ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ മക്കളൊക്കെ ചെയ്ത നിങ്ങളൊക്കെ അച്ഛന്മാര് ഒക്കെ വാപ്പാരൊക്കെ പേരിൽ എത്ര കേസുകൾ എടുക്കേണ്ടി വരും? എത്ര? ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ കോളേജിൽ മകൻ ചെയ്ത അക്രമത്തിന് വാപ്പാക്ക് ചികിത്സ കൊടുക്കാം? നിങ്ങൾ മകൻ ചെയ്ത അക്രമത്തിന് റേഷൻ ഷാപ്പ് ആക്രമിച്ചാൽ അവിടെ പോയി നിങ്ങൾക്ക് പിന്നെ റേഷൻ ഷാപ്പിൽ ഒരു അരി കൊടുക്കാക്കോ? ഏത് കാലത്ത് നിങ്ങൾ ഈ പോക്ക്? നിങ്ങളത് മനസ്സിലാക്കണ്ടേ. പിന്നെ SFI നിങ്ങളായിട്ട് നിങ്ങൾ നന്നാക്കിയാൽ മതി. ഇവിടെ രമ പറഞ്ഞല്ലോ, ഞാൻ SFI ആയതിന് അഭിമാനം കൊള്ളുന്നു. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ, കോൺഗ്രസ് കേശു വലിയ സംഘടനയായിരുന്നു, നിങ്ങൾ വന്നു. ഇപ്പൊ എന്താ? കൗണ്ട് ഡൗണാ തുടങ്ങി. കൗണ്ട് ഡൗൺ എവിടേക്ക്? കൗണ്ട് ഡൗൺ 2-1. അതെങ്ങനെ വെച്ചാല് എവിടെ തുടങ്ങി വെച്ചാൽ മനസ്സിലാക്കണം. പരിയാരം മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരത്ത് എവിടെ എന്ത് പറ്റി നിങ്ങൾ ആലോചിക്കണം. ആദ്യമൊക്കെ ക്യാമ്പസിൽ SFI നവകാതർക്ക് സ്വാഗതം. ഇപ്പൊ കോളേജിലെ കുട്ടികളാ മൈഗ്രേറ്റ് പോവാ, SFI ഇല്ലാത്തത് കുട്ടികൾ വരില്ല. ഇപ്പൊ കോളേജിൽ എന്താ പറയണേ? SFI ഇവിടെ ഇല്ല, അതുകൊണ്ട് കോളേജിലേക്ക് സ്വാഗതം എന്നാ പറയണേ. അത് മനസ്സിലാക്കണ്ടേ, നിങ്ങളൊക്കെ പറയണേ സർ. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയില്ല, ഞാൻ ആ 4 വർഷം ഡിഗ്രി എന്തെങ്കിലും പഠിച്ചോ? എന്താണത് പെട്ടെന്ന് നടപ്പിലാക്കാൻ? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഏതെങ്കിലും ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റ്, ജോലി ഭാരം അധികമായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, എന്തെങ്കിലും നിങ്ങൾ പഠിച്ചോ? 3 വർഷം കൊണ്ട് പഠിച്ച കാര്യം 4 വർഷം കൊണ്ട് പഠിക്കാം എന്നുള്ളത് മാത്രമാണോ നിങ്ങളതിൽ കണ്ടത്? നിങ്ങളതിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ പോയി പാർട്ടി പോയി ചർച്ച ചെയ്തോളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം. സർ, ഇവരെ എല്ലാ അവസ്ഥയും കാണുമ്പോൾ എനിക്ക് സർ ഒരു കാര്യം ആലോചിക്കണം. സ്പീക്കർ, നിങ്ങളും കൂടി കേൾക്കണം, നിങ്ങൾ നല്ല വായിക്കുന്ന ഒരാളാണല്ലോ. സർ, പണ്ട് ഒരു കഥ ഉണ്ടായി സർ. റഷ്യയും ചൈനയും CPIയും ഒരുപോലെ ശോഭിക്കുന്ന ഒരു ഭൂതകാലം ഇപ്പോഴല്ല കേട്ടോ, പഴയതാട്ടോ. ചൈനയിലെ ഡെൻ ഷിയാവോപിങ്ങും റഷ്യയിലെ മിഖായിൽ ഗോർബച്ചോവും ചൈനയിലെ ഒരു ഉൾനാട്ടിലൂടെ കാറുകൾ, ഞാൻ വായിക്കാൻ കാരണം ഞാൻ വാക്ക് തെറ്റണ്ടായി വെച്ചിട്ടാ. പിങ്ങിന്റെ വിശ്വസ്തനായ ഡ്രൈവർ മാത്രമേ കാറിലുള്ളൂ. അയാളാണെങ്കിൽ കമ്മ്യൂണിസം കലക്കൽ കുടിച്ച ഒരു മനുഷ്യരാശം. എന്നാൽ നേതാക്കന്മാരുടെ സംസാരത്തിലുടനീളം ബാബു കേൾക്കണം, കോർപ്പറേറ്റുകളെ എങ്ങനെ ആകർഷിക്കാം, സ്വകാര്യ മൂലധനം എങ്ങനെ ഇറക്കാം, ഇന്നിത്താതി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതികളാണ് സർ ഇവരെ ചർച്ച. ഇത് കേട്ടിട്ട് സർ ഡ്രൈവർക്ക് ആലടക്കി. ഡ്രൈവർ ഒരു പ്രത്യേക പോയിന്റിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് പിങ്ങിനോട് ചോദിച്ചു, ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ വെച്ചു. അപ്പൊ സർ പിങ് എന്ത് പറഞ്ഞു അറിയോ? സിഗ്നൽ ഇടത്തോട്ട് ഇടുക, വലത്തോട്ടേക്ക് പോകുക എന്ന് പറയും. നിങ്ങൾ ആലോചിക്കണം. അല്ല, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളെ പ്രസംഗം അങ്ങനെ, പ്രവൃത്തി വേറെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കണേ.
എന്താണ് നിങ്ങൾക്ക് സെൻസ് ഇല്ല, കോമൺ സെൻസ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. പിന്നെ നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. പിണറായി ആരാണെന്നൊരു കടകംപള്ളി പറഞ്ഞു, ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഈ കുട്ടികളെ, ഈ CPI-ക്കാരെ ഓനെ ബോധ്യപ്പെടുത്തിയാൽ മതി. ആരാണ് ഒക്കെ ഏകാധിപത്യം പറയണം, ഒരു മനുഷ്യന്റെ കയ്യിൽ മാത്രം ആണ് നിൽക്കുന്നത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നാദാപുരത്തെ CPM നേതാവ് പറയുന്നു ബിനോയ് വിശ്വന്റെ കൈയും കാലും ഞങ്ങൾ തല്ലി കൊടുക്കും. പറഞ്ഞു. പിന്നെ ഇങ്ങനെ CPI ഇങ്ങനെ കാര്യം മനസ്സിലാക്കണം. 969 മുതൽ 980 വരെ നിങ്ങൾക്ക് കേരളത്തിൽ അന്തസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടിയായിരുന്നു, നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ തറവാടികൾ വന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. 80 കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്ഥിതി എന്താ? നിങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ അല്ലേ? എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഇങ്ങള് സ്ഥാനം വെച്ചാൽ നിങ്ങളെ കിടക്കണ്ട ഐറ്റങ്ങൾ ഉണ്ടായതോടെ ഉണ്ടായത്. അവരെ മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചു കണ്ടാണ് ഒരു നിങ്ങളെ കൂടാണ്ട് വന്നത്. ഞാനാരെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. എന്നിട്ട് ആ ബിനോയ് വിശ്വനെ രാജ്യസഭ റഹീം പറയുന്നത് ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയല്ല. എന്തൊരു കഥയാണ് നിങ്ങൾ ആലോചിച്ചത് നിങ്ങളെ പാർട്ടിയെ പറ്റി. സർ, രാഹുൽ ഗാന്ധിന് അതിന് മുമ്പ് എനിക്കൊന്ന് പറയണ്ടത്. സർ, ശൈലജ ടീച്ചർ, നമുക്കൊക്കെ എല്ലാവരും ടീച്ചറമ്മാന്നു, അത്യാവശ്യം ടീച്ചർക്ക് ഒരു ഇതൊക്കെ ഉണ്ട്, ഗ്ലാമർ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ സ്ഥാനാർത്ഥിയൊക്കെ ആക്കി. സർ, ടീച്ചർ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി 15 മിനിറ്റ് കൊടുത്തിരുന്നു. കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് അന്ന് സഭ സ്തംഭിച്ചു. ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് വന്നപ്പോൾ ടീച്ചർക്ക് 13 മിനിറ്റ്, ജലീലിന് 15 മിനിറ്റ്. നിങ്ങൾ ആലോചിച്ചോക്കെ, കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് 13, ബന്ധു കൂടിയവന് 15. നിങ്ങൾ എവിടേക്ക് നിങ്ങൾ പാർട്ടി പോണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതെന്തിനാ രാഹുൽ ഗാന്ധിയുടെ ചീത്ത പറയാം? ഇപ്പൊ ജലീലിന്റെ പ്രസംഗം, നമ്മളെ അഹമ്മദ് പ്രസംഗം ഒക്കെ ഒരേമാതിരി മുഖ്യമന്ത്രിന്റെ ഓഫീസിന്റെ ഏജന്റ് കൊടുത്തൊക്കെയാണ്. അത് അതേമാതിരി പറഞ്ഞാണ്. അതിന്റെ അടിയിൽ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ പ്രസംഗം പോകുന്ന വിചാരിച്ചാൽ ഞാൻ ഒന്നും ചോദിക്കാത്തത്. അതാണ് ഞാൻ ഒന്നും ചോദിക്കാത്തത്. പിന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മളെ രാജേഷ് മിനിസ്റ്റർ, ഞാൻ അദ്ദേഹം അത്യാവശ്യം നല്ല വിവരമുള്ള മനുഷ്യനാണ്, നല്ല ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, നല്ലൊരു പാർലമെന്ററി ഉണ്ടാക്കാൻ. പക്ഷെ അങ്ങേരും അതേപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ മിനിസ്റ്ററും ഒക്കെ നമുക്ക് ഒരു പക്കതി ഒരു മാറ്റം. അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞു നമ്മളെ യൂത്ത് ലീഗിൽ ഞങ്ങളെ MSF ഒരാൾ ചവിട്ടിക്കുന്നു. സർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ആ കേസ് ഉണ്ടായത്? നിങ്ങളെ KSTN അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശങ്കരപ്പണിക്കരല്ലേ അന്നത്തെ BPO? സർ, ആ കേസ് ഉണ്ടായിട്ട് അന്നത്തെ കൈരളി ചാനലും അന്നത്തെ നിങ്ങളുടെ ഗവൺമെൻറ്റും ഈ ശങ്കരപ്പണിക്കരും ഒക്കെ എന്താ പറഞ്ഞത്? യൂത്ത് ലീഗുകാർ ചവിട്ടിക്കുന്നു പറഞ്ഞു. ഈ ശങ്കരപ്പണിക്കർ ആ കേസിലെ 1ാം സാക്ഷിയായി വന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ എവിഡൻസ് ആണ് വിജയ. ഇതൊക്കെ കോടതി പോയി കേട്ടോ, ഇതൊക്കെ റെക്കോർഡാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കണം. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാലോ, ഞാൻ തരാം കേട്ടോ. അത്യാവശ്യം ആ റിപ്പോർട്ടിലെ കണ്ടന്റ് വായിക്കണം. അത് ഒരു ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടാണ്. അതല്ല അദ്ദേഹത്തിന്റെ അയൽവാസി, അദ്ദേഹത്തിന്റെ കൂടെ മാഷന്മാര് എല്ലാവരും. സർ, ആ കേസിന് 11 ആയിക്കോട്ടെ സാർ, മന്ത്രി വായിക്കാൻ പറ്റും, റെസ്പെക്ട് ചെയ്യണ്ടേ? അങ്ങ് ഇവിടെ പറഞ്ഞ കാര്യം ആ കേസിൽ എങ്ങനെയാണ് പ്രതികൾ വിട്ടുപോയത് എന്നുള്ളതാണ്. അല്ല, അത് പറയാൻ ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റിയ ആൾ അങ്ങ് തന്നെയാണ്. അംഗീകരിച്ചല്ലോ മതി. ആ കേസ് ഇല്ലാത്തൊരു കേസ് അന്നത്തെ ഇങ്ങളെ കാലത്ത് മതമില്ലാത്ത ജീവൻ ഒരു പാഠപുസ്തകം, അതിൽ നിങ്ങൾക്ക് തടി കൂരാൻ വേണ്ടി ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ആൾക്കാരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി. കോടതി ഇന്ത്യൻ ഗവൺമെന്റ് അപ്പീൽ പോയാല് അപ്പൊ അത് പറയണ്ട, അത് 10 കൊല്ലം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർ, ഇവിടെ ധനകാര്യ മന്ത്രിയോട് ഒറ്റ മിനിറ്റ് ഇന്ന് കഴിഞ്ഞല്ലോ, നാളെ കഴിയല്ലോ സർ. സർ, ധനകാര്യമന്ത്രി ഇങ്ങനെ 2-4 പുസ്തകങ്ങൾ അടിച്ചു ബാലഗോപാലകൃഷ്ണൻ എന്റെ മുഖത്തൊക്കെ നോക്കി, എന്നാലും നമുക്കൊരു ഉസർ ഇട്ടുള്ളൂ. സർ, നിങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ട്, ഇത് 2 പുസ്തകങ്ങൾ അടിച്ചിട്ടുണ്ട്. ഞാൻ സർ ഇത് നോക്കുമ്പോൾ അക്കൗണ്ടന്റ് ജനറലിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനം ധന ദൃഢീകരണത്തിന്റെ പാതയിലാണ്. ധനക്കമ്പി 23-24 അവസാനങ്ങൾ പറയുന്നു 23.35% പറഞ്ഞു. പിന്നെ ഈ പൈസ ഒക്കെ എവിടെ പോയി? നിങ്ങളത് നമ്മക്ക് തരുന്നത് വായിക്കാന്
ഞാൻ നമ്മുടെ നിങ്ങളൊരു കാര്യമുണ്ട്, ഇതൊക്കെ നിങ്ങളൊക്കെ റൂമിൽ വെച്ചൊക്കെ അതൊന്ന് വായിച്ച് പഠിക്കേ, ഇങ്ങനെ പറയും കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നാണ്, പക്ഷെ നിങ്ങൾ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് അവസാനത്തെ അത്താണി രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ആ കോൺഗ്രസ് അല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പും അതിനകത്തിന് പോരാട്ടം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തകർന്ന് കോൺഗ്രസുമായിട്ട് നിങ്ങൾക്ക് സഖ്യം ചെയ്യാൻ വേണ്ടി അതിജീവനത്തിന് വേണ്ടി, അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് കൊണ്ട് ഈ ധനാപനത്തിന് എതിർത്തുകൊണ്ട് ഞാൻ